നമസ്കാരം. ഇന്ന് നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രക്ഷുബ്ധമായ 3 ദിവസങ്ങളാണ് കടന്നുപോയത്. ചില സംഭവങ്ങൾ 10-25 കൊല്ലം മുന്നേക്ക് എന്നെ കൊണ്ടുപോവുകയും അതെന്നെ വല്ലാതെ ഉലച്ചു കളയുകയും ചെയ്തു. മറന്നുപോയ ചില സംഭവങ്ങളെല്ലാം തന്നെ തേട്ടി മനസ്സിലേക്ക് വന്നു. അതെൻ്റെ സ്വാസ്ഥ്യം കെടുത്തി. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ സമൂഹത്തിന് വലിയ മാറ്റമൊന്നും ഇനിയും സംഭവിച്ചിട്ടില്ല. 10-25 കൊല്ലം മുന്നേ എങ്ങനെയാണോ മനുഷ്യൻ ചിന്തിച്ച് പോന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്, അതിൽ ഒന്നുകൂടി ഊന്നിയോ ആ കാഴ്ചപ്പാടിൽ ഒന്നും കൂടി അങ്ങോട്ട് രൂഢമൂലമായോ എന്നൊരു സംശയം മാത്രമേ ബാക്കിയുള്ളൂ. വളരെ പിന്തിരിപ്പൻ ചിന്തയും അതോടൊപ്പം തന്നെ ഏത് വിധേനയും കാശുണ്ടാക്കാം, ആ ഏത് വിധേന ആക്കിക്കോട്ടെ, അവരെ മാനിക്കാം, അവരെ ജയ് വിളിക്കാം. അതാണ് ഏറ്റവും വലിയ രീതിയായിട്ട് ആളുകൾ കാണുന്നത്. മുഖ്യധാര രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ അത്തരം ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ വ്യാപൃതരാവുകയും അവരുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ ചുവട് ഉറപ്പിക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടിലൊക്കെയാണ്. അത്തരം ബന്ധങ്ങളിൽ അഭിരമിക്കുകയാണ് അവർ. അത്തരം ബന്ധങ്ങൾക്ക് എന്ത് അമൂർത്തമായ ലേബലുകളും ചാർത്തിക്കൊടുക്കാൻ യാതൊരു വൈമനസ്യവും കാണാത്ത ഒരു രീതി അതെന്നെ എന്നിൽ വളരെയധികം അമ്പരപ്പുണ്ടാക്കി. നമ്മൾ ഒരു ജീവിതം വില കൊടുത്തപ്പോൾ അടുത്ത തലമുറയ്ക്കൊക്കെ എങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ വലിയ മാറ്റമൊന്നും കാണുന്നില്ല എന്നുള്ളത് ഖേദമുണ്ടാക്കി. നമ്മുടെ ഭരണഘടനയൊന്നും ഉയർത്തിപ്പിടിക്കാനായിട്ട് ഈ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. എല്ലാവരും സമന്മാരാണ് എന്നൊക്കെ പറച്ചിൽ മാത്രം. പക്ഷേ അണ്ടിയോടടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി എന്ന് പറയുന്ന പോലെ ചിലർ കൂടുതൽ സമന്മാരാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവുകയാണ്. അവിടെ നമ്മൾ ജോർജ് ഓർവെലിൻ്റെ അനിമൽ ഫാം നമുക്ക് ഓർമ്മ വരികയാണ്. ചിലർ കൂടുതൽ സമന്മാരാണ്. കമ്മ്യൂണിസ്റ്റ് എന്ന് വീമ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന്. സൈദ്ധാന്തങ്ങളൊന്നും അറിയില്ല, എന്താ കമ്മ്യൂണിസ്റ്റൊന്നും അറിയില്ല. സത്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്നതിന് പകരം അസത്യമായി ഐക്യപ്പെട്ട് കൂടുതൽ ഈ ജയിച്ചവർക്ക് ജയ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഓർത്തത്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ് ഓൾഡ് മാൻ ആൻഡ് ദ സീ. ഏണസ്റ്റ് ഹെമിംഗ് രചിച്ച ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന 100 പേജോളം അല്ല അതിൽ താഴെ പേജോളം വരുന്ന ഒരു ചെറിയ നോവൽ എന്ന് പറയും. ആ പുസ്തകത്തെക്കുറിച്ച്, ആ പുസ്തകമാണ് എന്നെ ജീവിക്കാൻ ഈ കാലങ്ങളിലൊക്കെ പ്രേരിപ്പിച്ചത്. ഞാനൊരു കടൽക്കിഴവനാണ്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഞാനൊരു ഒരുപാട് സത്യസന്ധരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കറപ്റ്റഡ് അല്ലാത്ത ആൾക്കാരുടെ ഉള്ളിലൊക്കെ ഓരോ കടൽക്കിഴവന്മാരുണ്ടാവും. അവർ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. ആ ലക്ഷ്യ പ്രാപ്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് അവർ യത്നിച്ചുകൊണ്ടേയിരിക്കും. ഫലം കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ മരണം വരെ അത് സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. ആ ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരു ഒരു 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 അവസ്ഥ
ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരു അവസ്ഥ, ഒരു ടോപ്പിയൻ അവസ്ഥയെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. അവരുടെ വേറെ ഈ എക്സ്റ്റേണലായിട്ടുള്ള ഒരു സംഗതിയും അവരുടെ സ്വപ്നത്തിനെ ബാധിക്കില്ല. അവരവരുടെ അതുമായി അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ എന്നിലെ കടൽക്കിഴവനും, അല്ലെങ്കിൽ ഞാൻ കടൽക്കിഴവിയാണല്ലോ, എന്നിലെ കടൽക്കിഴവിയും ആ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രായത്തിലും എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നത്. ചുറ്റുപാടുമുള്ള സംഭവങ്ങളിൽ ഞാൻ ആകുലപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഈ കടൽക്കിഴവൻ നല്ല സ്കില്ലുള്ള ഒരു മീൻപിടുത്തത്തിന് നല്ല സ്കില്ലുള്ള ഒരു മനുഷ്യനായിരുന്നു. അയാളുടെ യുവത്വത്തിൽ അദ്ദേഹം അതിഗംഭീരമായ വലിയ ബിഗ് ഹ്യൂജ് ഫിഷ് മത്സ്യങ്ങളെയൊക്കെ പിടിച്ചിട്ടുള്ളൊരു മനുഷ്യൻ തന്നെയായിരുന്നു. അത്രയ്ക്കും സമർത്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പണികളിലൊക്കെ തന്നെ, അദ്ദേഹത്തിൻ്റെ വേലയിൽ. അതിൽ അദ്ദേഹം അഭിമാനവും കൊണ്ടിരുന്നു. അദ്ദേഹത്തിൽ ആകൃഷ്ടനായിട്ടുള്ള ഒരു ചെറിയൊരു ചെക്കനും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയുണ്ടാകും അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളിൽ, അവസാന ഈ വാർദ്ധക്യത്തിൽ. ഈ സാന്റിയാഗോ എന്ന് പറയുന്ന ആണ് കഥാനായകൻ, പ്രൊട്ടഗോണിസ്റ്റ്. അദ്ദേഹം ആയി തുടങ്ങിയോടുകൂടി അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയുന്നിടത്തേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം എത്താതെ വരികയും 150 ദിവസത്തോളം ഒരു മത്സ്യത്തെ പോലും പിടിക്കാൻ സാധിക്കാതെ ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി വിശ്വാസം കൈവടിയാൻ തയ്യാറായില്ല. ഇതിൽ ഗ്ലോറി ഓഫ് ഒപ്റ്റിമിസമാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാനിപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കാണ്. സമൂഹം മാറും എന്നുള്ളൊരു ഒപ്റ്റിമിസ്റ്റിക് ഗ്ലോറി ഓഫ് ഒപ്റ്റിമിസമാണ് ആ നോവലിൽ. സമൂഹം മാറുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ ഈ അനീതികളും അന്യായങ്ങളും കാണുമ്പോൾ ഇങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം എനിക്ക് പറയാതെ വയ്യല്ലോ. കാരണം എൻ്റെ മോൾഡ് അതാണല്ലോ. എന്നിലെ കടൽക്കിഴവി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക, എനിക്കറിയാവുന്ന വേറെ ഞാൻ അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണല്ലോ. എനിക്ക് നല്ലൊരു സമൂഹമാണല്ലോ എൻ്റെ സ്വപ്നം. നീതി നിഷേധങ്ങളില്ലാത്ത, നിരാസങ്ങളില്ലാത്ത സമൂഹമാണല്ലോ എൻ്റെ സ്വപ്നം. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാതിരിക്കാൻ തിക്താനുഭവങ്ങൾ തന്നെ ആയിരിക്കും ഫലം എന്ന് അറിഞ്ഞതുകൊണ്ടും ഞാൻ ഈ വയസ്സുകാലത്തും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സാന്റിയാഗോ അവസാനം 185 ദിവസം സാന്റിയാഗോ ആഴക്കടലിലേക്ക് പോവുകയാണ്. ഉൾക്കടലിലേക്ക് പോയിട്ട് വരും. അദ്ദേഹത്തിന് ഒരു വലിയൊരു മത്സ്യത്തെ കിട്ടുകയും ആ മത്സ്യമായിട്ട് ഒരു ദ്വന്ദ്വയുദ്ധം തന്നെ നടത്തേണ്ടതായി വരുന്നു. അതിനെ കീഴടക്കി അവസാനം കയ്യിൽ കിട്ടിയ മത്സ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ മത്സ്യം അവിടുത്തെ അതിന് ചുറ്റും വന്ന് സ്രാവുകൾ വന്ന് ഈ മത്സ്യത്തെ മാംസം തിന്നാൻ വേണ്ടി വരികയായിരുന്നു. പിന്നീട് ഈ മാർലോ എന്ന് പറഞ്ഞ ഫിഷല്ല അദ്ദേഹത്തിന്, മത്സ്യമല്ല ഇദ്ദേഹത്തിൻ്റെ പ്രതിയോഗിയായി മാറുന്നത്. പിന്നീട് ഷാർക്കാണ് പ്രതിയോഗിയായി മാറുന്നത്. അപ്പോൾ ഈ ആ സ്രാവുമായിട്ട് ഒരുപാട് സ്രാവുകൾ വന്ന് ആ ഫ്ലഷ് അല്ലെങ്കിൽ മാംസമായ ഭാഗം, ആ മീനിൻ്റെ മാംസഭാഗമായ ഭാഗം മുഴുവൻ കൊത്തി തിന്നെയാണ്. ഇയാൾക്ക് പറ്റാവുന്ന രീതിയിൽ മുഴുവൻ ഇയാൾ ഇത് പ്രതിരോധിച്ചു. സ്രാവിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അവസാനം ഇയാൾ കരയോടടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ മുള്ള് മാത്രമായിട്ടുള്ള മത്സ്യത്തിനെയാണ് അത്രയും ഹ്യൂജ് ഫിഷ് അദ്ദേഹത്തിന് വളരെ ആവേശമായിരുന്നു പിടിച്ചിരുന്നപ്പോൾ. കാരണം അദ്ദേഹത്തിൻ്റെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മത്സ്യമായിരുന്നു. അദ്ദേഹത്തിന് മത്സ്യം അത് വിറ്റുകാശാക്കുക എന്നതല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു മത്സ്യത്തെ ഈ പ്രായത്തിലും പിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം പോയത്. പക്ഷെ അയാളുടെ നിർഭാഗ്യം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു മുള്ള് മാത്രമായിട്ടുള്ള ഒരു മത്സ്യത്തെ കൊണ്ട് കരയ്ക്ക് വരേണ്ടി വരികയാണ് അദ്ദേഹം. അപ്പോൾ ഈ കുഞ്ഞിനെ മനോരിൽ മാത്രമാണ് ഇദ്ദേഹത്തിന് ഒരു പ്രചോദനം
ഉണ്ടായിട്ട് കൊടുത്തിരുന്നത്, ഊർജം പകർന്നത്. മനോലിന് അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു, അതിൽ വിശ്വാസവും ഉണ്ടായിരുന്നു. താങ്കൾക്ക് ഇനിയും അത് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ ഈ കടൽക്കിഴവിനെ, ഈ ഓൾഡ് മാനെ വളരെയധികം പ്രചോദനം നൽകിയിരുന്നു ഈ കുഞ്ഞ്. പക്ഷെ നിരന്തരം 180 ദിവസത്തോളം ഒരു മത്സ്യം കിട്ടാതെ വന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ അച്ഛനമ്മമാർ പറഞ്ഞു അദ്ദേഹത്തിന് ലക്ക് ഇനി ഫേവർ ചെയ്യുന്നില്ല, അയാളിൽ ഹതഭാഗ്യനായ ഒരു ഫിഷർമാനാണ്, അതുകൊണ്ട് ഇനി അയാളെ ഉപേക്ഷിച്ച് പോകൂ എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ അവിടുന്ന് അടർത്തി മാറ്റുകയാണ് ഉണ്ടായത്. എന്നാലും ഇടവേളകളെല്ലാം വന്ന് ഇദ്ദേഹത്തിന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞ് കൊടുക്കുമായിരുന്നു. വേണ്ട രീതിയിൽ ധാർമ്മികമായ പിന്തുണയും കൊടുക്കുമായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും അവജ്ഞയോടെ നോക്കിപ്പോവുകയോ അല്ലെങ്കിൽ അത് ആരുടെയും കൺസേൺ ആവുകയോ ചെയ്യാത്ത സമയത്ത്, അത് ആരുടെയും കൺസേൺ അല്ല, അയാളെ മുള്ളു കൊണ്ടെന്നാലും വലിയ മീനാണെങ്കിലും ആരുടെയും കൺസേൺ ആവാത്ത അയാളുടെ അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ എഫേർട്ട് ഉണ്ടായിരുന്നു, ഒരു പരിശ്രമം ഉണ്ടായിരുന്നു. ആ പരിശ്രമത്തെ പോലും ആളുകളൊന്നും ഗവനിക്കാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അത് കടന്നു പോകുമ്പോഴും ഈ കുട്ടി ഇദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കുകയും ധാർമ്മികമായി പിന്തുണ നൽകുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ മനുഷ്യനെ, ഈ കടൽക്കിഴവനെ അദ്ദേഹത്തിൻ്റെ യൂത്ത്ഫുൾനെസ്സിൽ, അതായത് അയാളുടെ പീക്ക് ഓഫ് യൂത്തിൽ, അദ്ദേഹത്തിൻ്റെ ആ യുവത്വത്തിൻ്റെ ആ പാരമ്യത്തിൽ അദ്ദേഹം ചെയ്ത ഒരു ബെസ്റ്റ് പെർഫോമൻസിൻ്റെ ഒരു പടിയെങ്കിലും മുകളിലുള്ളൊരു പെർഫോമൻസ് നടത്തണമെന്നായിരുന്നു ഓൾഡ് മാനിൻ്റെ, ഈ വൃദ്ധൻ്റെ ആഗ്രഹം, തീവ്രമായ ആഗ്രഹം. അല്ലാതെ മീമിക്കുകയും മീൻ മേടിക്കുകയും വലിയ കാശുകാരനാവുകയും ഒന്നും അല്ലായിരുന്നു. തൻ്റെ യുവത്വത്തിലെ ബെസ്റ്റ് പെർഫോമൻസിൻ്റെ ഒരു പടി മുകളിലൊരു പെർഫോമൻസ് മരിക്കുന്നതിനേക്കാൾ മുന്നേ ചെയ്യണം, ഒരു ഫീറ്റ് വേണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി അത് അശ്രാന്ത പരിശ്രമം നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഫാക്ടേഴ്സ് ഫേവറബിൾ ആയില്ല. അൺഫേവറബിൾ ഫാക്ടേഴ്സ് കൊണ്ട് അദ്ദേഹത്തിന് അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ചെയ്തു വന്നു, പക്ഷേ മുള്ളു മാത്രമായി തിരിച്ചു വരേണ്ടതായി വന്നു. അപ്പം ഒരുപാട് എക്സ്പെർട്ടൈസ്, ഒരുപാട് വൈദഗ്ധ്യമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. ജയിച്ചില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹം വിസ്മരിക്കപ്പെടുന്നു, സമൂഹം അദ്ദേഹത്തെ എഴുതിത്തള്ളുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിറഞ്ഞ് മെറ്റീരിയലായിട്ടുള്ളൊരു ഗ്ലോറി ഉള്ളവരെ മാത്രമാണ് സമൂഹം ആദരിക്കുന്നത്. അതിനിടയിൽ വലിയ വലിയ പരിശ്രമങ്ങൾ നടന്ന് വീണുപോയവരെ തള്ളുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഡോൾഡ്രംസിൽ, ഏറ്റവും നിരാശയുടെ പടുകുഴിയിൽ നിൽക്കുമ്പോഴും ഇദ്ദേഹം ബിഫോർ ഹി ഗോസ് ടു സ്ലീപ്പ് ഹി ഡ്രീംസ് ഓഫ് ലയൺസ് എന്നൊരു വാചകമുണ്ട്. അദ്ദേഹം സിംഹങ്ങളെയാണ് സ്വപ്നം കാണാറ്. അപ്പോൾ അതാണ് എനിക്ക് പ്രചോദനം നൽകിയിട്ടുള്ളത്. വായിച്ച ആൾക്കാരൊക്കെ പറയും മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് കനോട്ട് ബി ഡിഫീറ്റഡ് എന്നാണ് ഇതിൻ്റെ അണ്ടർലൈൻ മെസ്സേജ് എന്നുള്ളത്, ഇതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന സന്ദേശം എന്ന് പറയും. ആകാം, മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് കനോട്ട് ബി ഡിഫീറ്റഡ്. പക്ഷേ ഇത് രണ്ടും ഉണ്ട്. മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ആൻഡ് മാൻ ക്യാൻ ബി ഡിഫീറ്റഡ് ഓൾസോ. അയാൾ കീഴടങ്ങാൻ തയ്യാറാകാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഏത് മനുഷ്യനും കീഴടങ്ങാൻ തയ്യാറാകാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. സദ്ദാം ഹുസൈനും അങ്ങനെ തന്നെ ചെയ്തത്. മരിക്കുന്ന നിമിഷം വരെ അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെയാണ് പ്രസിഡന്റ് ഓഫ് ഇറാഖ്, ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറയാം കീഴടക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ വസ്തുത എന്താണ്? കീഴടക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അണ്ടർലൈൻ മെസ്സേജ് ഡ്രീമിങ് ഓഫ് ലയൺസ്. നമ്മൾ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. കൈകാലുകൾ ബന്ധിച്ച് കിടക്കുന്ന അവസ്ഥയിലാണെങ്കിലും നാക്ക് പോലും അടക്കി എല്ലാ അർത്ഥത്തിലും സപ്രസ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിലും നമ്മൾ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള മാഗ്നാനിമസ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച്, ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണാൻ കഴിയുക എന്നുള്ളത് എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. അത്രയും സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർക്കും
അത്രയും ഡിറ്റർമിനേഷനും അത്രയും വിൽ പവർ ഉള്ളവർക്ക് മാത്രം സാധിക്കുന്ന സംഗതിയാണ് ഏത് അഡ്വേഴ്സിറ്റിയിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും ഡ്രീമിങ് ഓഫ് ലയൺസ്. ഞാൻ അത് ചെയ്യും, സിംഹമാവും, ഒരിക്കൽ കൂടി ഞാൻ സിംഹമാവും, ഒരിക്കൽ കൂടി ഞാൻ എന്നിലെ യുവാവ് വിത്ത് റിന്യൂഡ് വിഗർ വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വരും എന്ന ഒരു ചിന്ത ഉണ്ടല്ലോ, എന്നൊരു സ്വപ്നം എല്ലാവർക്കും ഉണ്ടാവുന്നതല്ല. അപ്പോൾ കീടങ്ങളുണ്ടാവും. കീടങ്ങളാണ് ഈ ജയിച്ചവർക്ക് ജയ് വിളിച്ചു പോവുക. അവരൊന്നും ഈ പുഴുക്കളെയൊന്നും ആരും ഓർക്കില്ല. അവരൊന്നും സമൂഹത്തിനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതല്ല. അവർ ഈ ബബിൾ റെപ്യൂട്ടേഷൻ്റെ പിന്നാലെ പോകുന്നവരാണ്. കുമിളമൂലയുള്ള പ്രശസ്തിക്ക് പിന്നാലെ പോകുന്നവരാണ്. ഒരു യഥാർത്ഥ നമ്മുടെ എപ്പോഴും ഒരു ഓണർ എന്താണ്, നമ്മുടെ ഓണർ എന്താ, ഒരാൾക്ക് കിട്ടേണ്ടത് ഏറ്റവും വലിയ ബഹുമതി എന്താണ്? പോസ്റ്റുമസ് ഓണർ തന്നെയാണ്. കാലത്തെ അതിജീവിച്ച് കിട്ടുന്ന ഓണർ തന്നെയാണ്. ആൾ മരിച്ചതോടുകൂടി കിട്ടുന്ന, അല്ലെങ്കിൽ മരിക്കുന്ന ഘട്ടത്ത് കിട്ടുന്ന ഓണറൊന്നും ഓണറല്ല. ഇന്ന് ഓൾഡ് മാൻ ആൻഡ് സീ ഇപ്പോഴും വായിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഏണസ്റ്റ് ഹെമിംഗ്വേ കോൺട്രിബ്യൂഷൻ കൊണ്ട് തന്നെയാണ്. കാലത്തെ അതിജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ തന്നെയാണ്. അപ്പോൾ ഞാൻ വളരെ മനുഷ്യരല്ലേ, കേവല മനുഷ്യരല്ലേ, നമ്മൾ അല്പത്തരം കാണുമ്പോഴും അപഹസിക്കപ്പെടുമ്പോഴുമൊക്കെ നമുക്ക് വിഷമമുണ്ടാവാം, സ്വാഭാവികം. പക്ഷേ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മൂല്യം നിർണ്ണയിക്കുന്നത് ചുറ്റുപാടുമുള്ള അല്പജ്ഞാനികളും അല്പപ്രതിഭകളും ഒന്നുമല്ല, അല്ലെങ്കിൽ ജയിച്ചവർക്ക് ജയ് വിളിക്കുന്നവരുമല്ല, അപ്പ കണ്ടവർ അപ്പ എന്ന് വിളിക്കുന്നവരുമല്ല. നമ്മളുടെ ഒരു ചെറിയ രീതിയിൽ നമ്മുടെ കയ്യൊപ്പ് എവിടെയെങ്കിലും നമുക്ക് ഇട്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്. ഇനി ആര് നമ്മളെ വിസ്മരിച്ചാലും നമ്മളുടെ മനസാക്ഷിക്കും അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങൾ, സൽക്കർമ്മങ്ങൾ, അതെവിടെയെങ്കിലുമൊക്കെ പ്രകൃതിയിൽ എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ അല റിഫ്ലക്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുമായി മുന്നോട്ട് പോവുക. ഇപ്പോഴും സിംഹങ്ങളെ സ്വപ്നം കണ്ട് മുന്നോട്ട് പോവുക. അതിനനുസരിച്ച് കൈകാലുകൾ പാരലൈസ്ഡ് ആയിട്ടും ഇൻവാലിഡായിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ ചിന്ത കൊണ്ടെങ്കിലും നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റുക, അതൊക്കെ തന്നെയാണ് നിലനിൽക്കുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ എന്നെ വളരെയധികം തളർത്തിയപ്പോഴും ഞാൻ ഓൾഡ് മാൻ ആൻഡ് ദ സീ ആണ് കൂട്ടുപിടിച്ചത്. അത് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ മിടുക്ക് തന്നെയാണല്ലോ. ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന ആ നോവലിസ്റ്റിൻ്റെ, ആ എഴുത്തുകാരൻ്റെ മിടുക്കാണത്. അദ്ദേഹം ജീവിക്കുകയാണ് ഇന്നും. അതുപോലെ ആണ് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസൊക്കെ. ഈ സബ്നോർമലായിട്ടുള്ള ആൾക്കാർ അതോടുകൂടെ, അവരുടെ മരണത്തോടുകൂടെ വിസ്മരിക്കപ്പെടുന്നുണ്ട്. എത്ര കണ്ടൊക്കെ പറയും നമ്മൾ, എത്ര കണ്ട് പറഞ്ഞാലും എന്താ അതുകൊണ്ട് കാര്യം? പൈസയല്ലേ വേണ്ടത്. ഈ മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടുള്ള ചങ്ങാത്തം, ആത്മീയ അടിത്തറ ഒട്ടുമില്ലാതെ മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് വേണ്ടിയുള്ള ചങ്ങാത്തങ്ങളൊന്നും ഏറെക്കാലം മുന്നോട്ട് പോവില്ല. നമുക്ക് എലൻ മസ്കും ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടുതൽ ചങ്ങാത്തം കണ്ടപ്പോൾ തന്നെ എനിക്കറിയാം, ഇതൊക്കെ ഞങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഇത് ബഹുദൂരം മുന്നോട്ട് പോകില്ല എന്നുള്ളത്. ഇപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക്, ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിലെ നടക്കുന്ന ഒരു സംഗതിയാണത്. ആ ഒരവസ്ഥയിലൂടെയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ കേരള സമൂഹവും ഇന്ത്യൻ സമൂഹം, ഭാരത സമൂഹം ഒക്കെ പോകുന്നത്. പക്ഷേ ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിട്ട് പോലും അമേരിക്കയിലൊക്കെ നല്ല ഗംഭീര പ്രസിഡന്റുമാരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഈ ഒരു കച്ചവടക്കാരൻ മോശക്കാരനും എന്ന് ഞാൻ പറയില്ല, എത്തിക്സുള്ള കച്ചവടക്കാരൊക്കെ ഉണ്ട്. അവർ ഒരു ലൈംഗിക വൃത്തികെട്ട ഏറ്റവും മോശമായിട്ടുള്ള ഒരു കേസുകളിലൊക്കെ ഇൻവോൾവായിട്ടും അതിന് മറികടക്കാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പ്രസിഡന്റിനെ രക്ഷിക്കുക, വോട്ട് ചെയ്ത് ജയിപ്പിക്കുക, സ്റ്റാറ്റ്യൂട്ട് തനിക്ക് ഫേവറായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചങ്ങാത്തം കൂടിയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ അവർ തല്ലി വിളിച്ചു പറയുന്നു, നീ ഇങ്ങനെയാണ്
നിൻ്റെ പേരും ലിസ്റ്റിലുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ സമൂഹവും പോകുന്നതിന് ഒരു സംശയവുമില്ല. എന്നാലും ഐ ഡ്രീം ഓഫ് ലയൺസ്. ഞാൻ എൻ്റെ ഒപ്റ്റിമിസം കൈവിടുന്നില്ല. അദ്ദേഹം ആ വലിയ ഒരു മത്സ്യത്തെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെ കൊന്നല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോഴും ഓൾഡ് മാൻ്റെ മനസ്സിൽ ഒരു ഭൂതദയുണ്ട്, എനിക്ക് നിന്നെ കൊല്ലേണ്ടതായി വരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പം അത്രയും ഗംഭീരമായിട്ടുള്ളൊരു കക്ഷിയാണ് അദ്ദേഹം. ഐ നോ ഹൗ ബിഗ് ഇറ്റ് വാസ് ബട്ട് I know how big it is, but I am going to kill you with all the glory and greatness എന്ന് പറയുന്നത്. നീ വലിയ ആളാണെന്ന് എനിക്കറിയാം, പക്ഷേ നിന്നെ എല്ലാ ഗ്ലോറിയോടും ആ ഗ്രേറ്റ്നെസ്സോടും കൂടി തന്നെ ഞാൻ നിന്നെ കൊല്ലുന്നു. മൈ ബ്രോ എന്ന് പറയുന്നുണ്ട്. ഒരു കമറാഡറി ഉണ്ട് ആ പ്രതിയോഗിയായിട്ട്, അന്നേരം ഉള്ള പ്രതിയോഗിയായിട്ട്. ആ പ്രതിയോഗിയോട് പോലും ഒരു കരുണയും സ്നേഹവും കാണിക്കുന്ന ഒരു സമീപനമാണ് ഓൾഡ് മാനിലുള്ളത്. അതാണ് നമ്മുടെ ഇപ്പോഴുള്ള ആൾക്കാർക്കില്ലാതെ പോയതും. അവർ പ്രതിയോഗിയോടും വളരെ ഡെമോക്രാറ്റിക്കായിട്ടും മാന്യതയോടും കൂടി പെരുമാറുന്നുണ്ട്. ഒരു വലിയ മീൻ വാങ്ങി കാശുകാരനാവണം എന്നുള്ളൊരു മോഹം എന്നല്ല ഉണ്ടായിരുന്നത്. എൻ്റെ ബെസ്റ്റ് ഫീറ്റിനേക്കാളും എക്സൽ ചെയ്യുന്ന ഒരു പെർഫോമൻസ് എങ്കിലും എനിക്ക് നടത്തണം എന്ന തീവ്രമായ ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നതാണ്. അവിടെ അദ്ദേഹം ഒരിക്കലും ഗ്രീഡി ആയിരുന്നില്ല. തൻ്റെ നൈപുണ്യം ജനങ്ങളെ അറിയിക്കണം, അല്ലെങ്കിൽ ടു മൈ സാറ്റിസ്ഫാക്ഷൻ, തൻ്റെ താല്പര്യം ആരെങ്കിലും അറിയിക്കണമെന്നോ ഒരു ബബിൾ റെപ്യൂട്ടേഷനോ പോലും പിന്നാലെ പോകാനായിരുന്നില്ല. ടു മൈ സാറ്റിസ്ഫാക്ഷൻ, ടു ഹിസ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഞാനിപ്പോഴും എനിക്ക് പഴയ യുവത്വം എന്നിലുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുത്താനുള്ള ഒരു അശ്രാന്ത ശ്രമമായിരുന്നു. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ശ്രമം വേണ്ടത്. അതല്ലാതെ വെട്ടിപ്പിടിച്ച് കണ്ണിച്ചോരയില്ലാതെ ചുറ്റുപാടുമുള്ളവരുടെ കണ്ണീര് കാണാതെ ചവിട്ടിത്തേച്ച് പോകുന്നത് മനുഷ്യത്വമല്ല. ഒരു ഐഡിയോളജിക്കും ചേർന്നതല്ല, കമ്മ്യൂണിസത്തിനും ചേർന്നതല്ല, സോഷ്യലിസത്തിനും ചേർന്നതല്ല. പക്ഷേ ലേബൽ ഒട്ടിച്ച് സോഷ്യലിസം has lost its shape because it has socialism has lost its shape because everybody started wearing it. Communism has lost its shape. Everybody started wearing it. Both are compared to a cap. It's a cap. So it is compared to a cap which has lost its shape when everybody starts wearing it. അതുപോലെയാണ് എല്ലാവരും ധരിച്ച തൊപ്പി പോലെ. അതായത് അതുകൊണ്ട് തന്നെ അതിൻ്റെ രൂപവും ആകൃതിയും മാറിപ്പോയി എന്ന് പറയും. ആർക്കും ധരിക്കാവുന്ന ഒരു സംഗതികളായി മാറി വളരെ ഈ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ. അത് എന്നെ വേദനിപ്പിച്ചു 2 ദിവസം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഞാൻ ഒപ്റ്റിമിസ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അംബേദ്കർ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന വേടനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതും. നിങ്ങൾക്ക് ഇഷ്ടം ആയെങ്കിൽ എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നന്ദി, നമസ്കാരം. വീണ്ടും വരാം.